കാക്കനാട് ചെമ്പുമുക്കിലെ ജനവാസ മേഖലയിൽ ആക്രി ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായി. പഴയ ഫ്രിഡ്ജുകളും പ്ലാസ്റ്റിക് സാധനങ്ങളുമാണ് കത്തി നശിച്ചത്. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നില്ല. തീ അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനാകാതെ ഏറെ ബുദ്ധിമുട്ടുകയും ചെയ്തു. തീപിടുത്ത സ്ഥലത്തേക്ക് മാതൃഭൂമി ന്യൂസ് എത്തുമ്പോൾ കാണുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഗോഡൌണിന് സമീപത്തേക്ക് വാഹനമെത്തിക്കാൻ പെടാപ്പാടുപെടുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായി 3 യൂണിറ്റുകൾ വേഗത്തിലെത്തിയെങ്കിലും ഇടുങ്ങിയ സ്ഥലമായതിനാൽ ഇതിനടുത്തേക്കെത്തി വെള്ളമടിക്കാൻ കഴിയുമായിരുന്നില്ല. ഏറെ നേരം പണിപ്പെട്ടാണ് ഫയർഫോഴ്സിന് തീയണയ്ക്കൽ ശ്രമം തുടങ്ങാനായത്. തുറന്ന സ്ഥലത്തെ ഗോഡൌൺ നിറയെ പഴയ ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീനുകളും പ്ലാസ്റ്റിക് സാധനങ്ങളുമായിരുന്നു. ഇതിനിടെ LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് ആശങ്ക കൂട്ടി. തൊട്ടടുത്തുള്ള വീടുകളിലെ താമസക്കാരെ വേഗത്തിൽ ഒഴിപ്പിച്ചു. ഏതാണ്ട് 3 മണിക്കൂറോളം എടുത്താണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, അത്രയും ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് കൂട്ടിയിട്ടത്. ഇങ്ങനെ ഇത് കൂട്ടിയിട്ടാൽ തന്നെ ഇതിന് തീ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സിബിഷനും അതിനൊക്കെ വേസ്റ്റിന് ഡെമ്മികളൊക്കെ എല്ലാം കൊണ്ടുവന്ന് കൂട്ടി ഇട്ടുകൊണ്ടിരിക്കുക. ഇവിടെ സേഫ്റ്റി ഇല്ല, അതാണ് മെയിൻ. ജനവാസ മേഖലയിലെ ആക്രി ഗോഡൌണിന് യാതൊരു അനുമതികളും ഉണ്ടായിരുന്നില്ല. ഉടമ കബീർ ഇക്കാര്യം മാതൃഭൂമി ന്യൂസിനോട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ഫയർ സേഫ്റ്റി ഒന്നും കാണുന്നില്ലല്ലോ, സംവിധാനം ഇതിനൊന്നുമില്ല. ഫയർ സേഫ്റ്റി ഒന്നും ഇല്ല. അതെന്തുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ സൂക്ഷിച്ചിട്ട് അങ്ങനെ ചെയ്യാതിരുന്നത്? ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. 7 വർഷമായിട്ടൊന്നും ഇപ്പോഴാണ് ഇവിടെ പൊരിച്ചതായത്. സാധനങ്ങൾ കൂടാലും ഇവിടെ ഇതിന് ലൈസൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിനിങ്ങനെ സൂക്ഷിക്കും? സ്ക്രാപ്പ് ഏജൻസീസ് എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കട നടത്താനല്ലേ? ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ലൈസൻസോടെ അല്ലല്ലോ. അല്ല. കഴിഞ്ഞ 7 വർഷമായി യാതൊരു ലൈസൻസും അഗ്നിസുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ഈ ഗോഡൌൺ ഇവിടെ പ്രവർത്തിച്ചിട്ട് അധികാരികൾ ആരും അനങ്ങിയില്ല. ഒടുവിൽ ഈ തീപിടുത്തമുണ്ടായപ്പോൾ തൃക്കാക്കര നഗരസഭ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിരിക്കുകയാണ്. ലൈസൻസ് ഇല്ലാത്താണെങ്കിൽ ഇനി നമ്മൾ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ലൈസൻസ് എടുത്തിട്ട് പ്രവർത്തിച്ചാൽ മതി എന്ന് പറയും. അല്ലാത്തതിന് സ്റ്റോപ്പ് നമ്മൾ കൊടുക്കും. ഇത്ര ജനവാസമുള്ള മേഖലയിൽ നിന്ന് ഇവിടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഉള്ളതാണല്ലോ. ആരെങ്കിലും ഒരു പരാതികൾ നമുക്ക് തരണ്ടേ? അപകടകരമായ രീതിയിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കാതെ ഈ ഗോഡൌൺ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും യാതൊരുവിധ നടപടികളും അധികൃതർ എടുത്തില്ല എന്നതാണ് വിരോധാഭാസം. ഏറ്റവും ഒടുവിൽ സൗത്തിൽ നമ്മൾ വലിയ ഗോഡൌൺ തീപിടുത്തം കണ്ടു. എന്നിട്ടും ഈ നഗരസഭ അനങ്ങിയില്ല. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.